പണ്ടെൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന തൃശ്ശൂർക്കാരിയായ ഒരു ക്രൈസ്തവ മതത്തിൽപ്പെട്ട സഹോദരി ഉണ്ടായിരുന്നു. അവർക്ക് ഈ തെക്കൻ കേരളത്തിലെയും ഹൈന്ദവ മതങ്ങളിലെയും ചില വാക്കുകളൊന്നും അത്ര പിടിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദിവസം എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ, ഞങ്ങളുടെ ഇന്നൊരാളുടെ ശരീരത്ത് ആത്മാഹു കയറി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താണെന്ന് ഒന്നുകൂടെ എടുത്ത് ചോദിച്ചു. ആത്മാഹു ആത്മാവെന്ന് പറഞ്ഞതാണ്. ഇതിപ്പോൾ ഓർത്ത് ചിരിച്ചു പോയത്, ഇന്നലെ നമ്മുടെ ഗോപൻ സ്വാമിയുടെ ആത്മാഹു ഒരു ആളിൽ കയറി സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും വീടുകളിൽ കയറി ആളുകളെ അടിക്കുകയൊക്കെ ചെയ്തു. അനീഷെന്നോ മറ്റോ ആണ് പുള്ളിയുടെ പേര്. ഏതായാലും ഈ സമാധിയുടെ തുടർച്ചയെന്നോണം ആത്മാഹു കയറിയ ആൾ ജയിലിലാണ്. നമ്മളിലെ പ്രായമായവർ പറയുന്നത് പോലെ, എൻ്റെ ഒടേ തമ്പുരാനെ, ഇനി എന്തൊക്കെ കണ്ടാലും കേട്ടാലും മരിക്കാം. അടുത്ത തവണത്തെ മലയാള മനോരമയുടെ ന്യൂസ് മേക്കർ പുരസ്കാരത്തിൽ എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് ഈ ഗോപൻ സ്വാമിയുടെ ഏതെങ്കിലും ഒരു മകനെ കൂടി പങ്കെടുപ്പിക്കുമെന്ന്. കാരണം ഒരു കാലഘട്ടം മുഴുവൻ, ഏതാണ്ട് 2-3 ആഴ്ച കാലഘട്ടം, നമ്മുടെ നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി ഇത് മൊത്തത്തിലങ്ങ് കൊണ്ടുപോയി. കേരളത്തിൽ ഉള്ള ആളുകൾ മുഴുവൻ നേരം വെളുത്തുണരുന്നത് തന്നെ ഗോപൻ എന്തു പറ്റി എന്നറിയുന്നതിനുള്ള അതോടുകൂടിയാണ് എഴുന്നേൽക്കുന്നത്. ചാനലുകളാവട്ടെ അതിൻ്റെ ഒരു സാങ്കത്യം ഒപ്പിച്ച് രാവിലെ മുതലുള്ള തത്സമയ റിപ്പോർട്ടുകൾ അതിൻ്റെ പരിസര വീടുകളിലും തെങ്ങിൻ്റെ മുകളിലും ആഞ്ഞിലിയുടെ മുകളിലും ഒക്കെ കയറിയിരുന്ന് ദൃശ്യങ്ങൾ എടുത്തുള്ള കത്തിപ്പായിരുന്നു. ഒടുവിൽ അയലത്തുകാർ രംഗത്ത് വന്നു. ഉടനെ അതിനകത്തൊരു പൊടിക്ക് ഒരു മുസ്ലിം തീവ്രവാദം കിട്ടി. ഉടനെ അത് കത്തിച്ചു. ഉടനെ അതിന് ബദലായി അതിനങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലായി. സത്യം പറഞ്ഞാൽ ഈ ഓരോ വാർത്തയും ഉത്ഭവിക്കുകയും ശക്തി പ്രാപിക്കുകയും രൂപം കൊള്ളുകയും അടങ്ങുകയും ചെയ്യുന്ന ആ പ്രക്രിയ വളരെ കൗതുകകരവും രസകരവുമാണ്. ആരെങ്കിലും ശ്രദ്ധാപൂർവം ഒന്ന് വീക്ഷിച്ചാൽ ഓരോ വാർത്തകളുടെയും ഈ സംഗതി നമുക്ക് മനസ്സിലാവും. എത്ര മനോഹരമായിട്ടാണ് ഈ ചാനലുകൾ മനുഷ്യവികാരങ്ങളെ വളരെ ഉൽപ്പാദനക്ഷമമായ മൂല്യങ്ങളാക്കി മാറ്റുന്നത് എന്ന് കാണാൻ പറ്റും. ഏതായാലും ആ ഏറ്റുമുട്ടലിനൊടുവിൽ സമാധിയും കഴിഞ്ഞു. പിന്നെ അതിൻ്റെ തുടർച്ചയായുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക്, പ്രത്യേകിച്ച് വാർത്തകളില്ലാത്ത ദിവസം, ഈ ചാനലുകാർ നേരെ പോകുന്നത് ഗോപൻ സ്വാമിയുടെ മോൻ്റെ അടുത്തേക്കാണ്. അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദാണ്ട പുതിയൊരു വെറൈറ്റി വന്നിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടുപുറത്ത് മരിച്ചുപോയി തങ്ങൾ, ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം കയറി എന്ന് പറഞ്ഞ് ഇവിടെ ഒരാൾ തങ്ങളായിരുന്നു. മറ്റേ തങ്ങൾക്ക് നല്ല നടവരവൊക്കെയുള്ള പ്രദേശമാണ് ഞങ്ങളുടെ പ്രദേശം. അപ്പോഴാണ് അദ്ദേഹം വരുന്ന വീട്ടിലെ തന്നെ ഒരാളങ്ങ് പെട്ടെന്ന് തങ്ങൾ കയറിയെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു അസ്മാതി പറഞ്ഞത്, ഇങ്ങനെ കയറിയപ്പോൾ ഞങ്ങൾ ഫോണിൽ വിളിച്ച് ഉപ്പാൻ്റെ കയ്യിൽ കൊടുത്തു, മറ്റേ ജീവിച്ചിരിക്കുന്ന തങ്ങളുടെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം ആ ഫോണിലൂടെ ഏതാണ്ടൊരു സൂറത്തോ അല്ലെങ്കിൽ ആയത്തോ ഏതാണ്ട് ഓതിയപ്പോഴത്തേക്ക് അങ്ങ് ഇറങ്ങി എന്നാണ് വാർത്ത. എനിക്ക് തോന്നിയത് അങ്ങനെയല്ല. അദ്ദേഹം ചിലപ്പോൾ ചെവിയിൽ പറഞ്ഞു കാണും, നിൻ്റെ കർണക്കുറ്റി അടിച്ച് പൊട്ടിക്കും, വേലയും കൊണ്ട് നടക്കരുത്, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞു കാണും. മേല് നോവെന്നറിഞ്ഞപ്പോൾ പോയതായിരിക്കും. ഏതായാലും നെയ്യാറ്റിൻകര സ്വാമിയുടെ ആത്മാഹു അനീഷ് എന്ന് പറയുന്ന ഒരാളിൻ്റെ ശരീരത്ത് കയറിയത്രേ. പുള്ളി എന്നിട്ടോ കയറിക്കഴിഞ്ഞ് എല്ലാ വീടുകളിലും നടന്നുള്ള മനുഷ്യരെയൊക്കെ അങ്ങ് അടിച്ചത് കയറിയതാണെന്നും പറഞ്ഞു. ഞാനൊക്കെ പ്രതീക്ഷിച്ചത് നമ്മുടെ ഗോവനെ കൊണ്ട് ആ പ്രദേശത്തൊരു ഗുണമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചെങ്കിൽ ഇപ്പോൾ റിവേഴ്സ് റിയാക്ഷൻസ് നടക്കുകയാണ്. ഏതായാലും പോലീസിന് സമാധിയോട് കാണിച്ച ഒരു ബഹുമാനം പോലെ വീട് കയറി അടിക്കുന്നവരോട് കാണിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് സാക്ഷാൽ ആത്മാഹു കയറിയ ആളിനെ അങ്ങ് ജയിലിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. ഇനി ഇത് കേട്ട് ആർക്കൊക്കെ ആത്മാഹു കയറുമെന്നുള്ളത് അറിഞ്ഞുകൂടാ. പണ്ട് ബംഗാളികളായ ആളുകൾക്ക് ഈ സുന അകത്തേക്ക് കയറിപ്പോകുന്നൊരു രോഗമുണ്ട് എന്ന് പറഞ്ഞ് വലിയ വാർത്തയായിരുന്നു പണ്ട്. അതൊടുവിലൊരു മാനസിക രോഗമായിട്ടാണ് എല്ലാവരും ചിത്രീകരിച്ചത്. എന്ന് പറഞ്ഞതുപോലെ ഇതും ഇനി ഒരുപാട് ആളുകളുടെ ശരീരത്തേക്ക് കയറുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് ആവശ്യമാണ്.